ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണുയ്ക്കും നമുക്ക് വേണ്ടി അച്ഛനായിരിക്കും അവിടെ ബലിയാടാവുക. അതോർക്കുമ്പോ നമ്മൾ എന്താടോ ചെയ്യാ? ശാലിനി പതിയെ വിഷ്ണുവിന്റെ അടുത്ത് വന്നിട്ട്, വിഷ്ണുട്ടാ നമുക്ക് ഈ തീരുമാനം മാറ്റാം. വിഷ്ണു അങ്ങ് ഞെട്ടും. ശാരദാമ്മ, മോളേടി നീ ഇത് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ മോളെ? ശാലിനി പറയും, എന്റെ ആഗ്രഹങ്ങളെക്കാളും കൂടുതല് വിഷ്ണുവേട്ടന്റെ മനസ്സ് കിടക്കുന്നത് ആ വീട്ടിലാണമ്മേ, സത്യാമ്മയോടൊപ്പം. ഞങ്ങളിനിപ്പോ ഒരു പുതിയ ജീവിതം തുടങ്ങിയാലും അതൊന്നും ശാശ്വതമാവില്ല. കാരണം അച്ഛനെ കുറിച്ചുള്ള വേദന വിഷ്ണുവേട്ടന്റെ മനസ്സിലുള്ളിടത്തോളം വിഷ്ണുവേട്ടന് മനസ്സമാധാനത്തോടു കൂടി ഒരു ദിവസം പോലും ആ വീട്ടിൽ നിൽക്കാനാവില്ല. പിന്നെ ആ സങ്കടവും ഞാൻ തന്നെ കാണണം. പിന്നെ സത്യയുടെ കാര്യം ഓർത്ത് മാത്രമേ വിഷമുള്ളൂ. മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണെന്ന് കേട്ട് സന്തോഷത്തിലിരിക്കണേ പാവം. അതൊന്നും സാരല്ല, അത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം എന്നിങ്ങനെ സങ്കടത്തെ തന്നെയാ ശാലിനി പറയുന്നത്. വിഷ്ണുവിനും സങ്കടമുണ്ട്. വിഷ്ണുവേട്ടൻ പൊക്കോ, ആ വീട്ടിലെ വിഷ്ണുവേട്ടൻ ഇപ്പൊ വേണം. വിഷ്ണു പറയും, തനിക്കെന്നോട് വെറുപ്പൊന്നും തോന്നില്ലേ? പറഞ്ഞു പറ്റിച്ചൊന്നും തോന്നുകയും ചെയ്യരുത്. ഒന്നിച്ച് താമസിക്കുമെന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. പക്ഷേ വിധി നമുക്കെതിരാ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല. ശാലിനി പറയും, അപ്പോ വീട് മാറുന്നില്ലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ വിഷ്ണുവേട്ടൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എനിക്കൊന്നും തോന്നണ്ടെന്ന് കരുതിയിട്ടാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞത് അല്ലേ? എല്ലാം ഒരു അഭിനയം അല്ലേ? എന്നെ കൊണ്ട് തന്നെ വേണ്ടാന്ന് പറയിപ്പിക്കുന്ന നല്ലൊരു അഭിനയതന്ത്രം അല്ലേ വിഷ്ണുവേട്ടാ? അതും എന്റെ മുന്നില്. വിഷ്ണു ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നത് അത് ഞാൻ. ശാലിനി പറയും, എനിക്കെല്ലാം മനസ്സിലായി, ഇനി കൂടുതലൊന്നും പറയണ്ട. വിഷ്ണുവിന് വല്ലാത്ത സങ്കടമുണ്ട്. താൻ എന്നെ തെറ്റിദ്ധരിക്കാൻ ഞാൻ ഒഴിഞ്ഞൊന്നും അറിയതല്ല. ശാലിനി പറയും, ഞാനായിട്ട് ഒഴിഞ്ഞതാ. അങ്ങനെയാകുമ്പോ വിഷ്ണുവേട്ടനായിട്ട് മാറണ്ടല്ലോ. പൊയ്ക്കോ വിഷ്ണുവേട്ടാ, ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാ. എനിക്കൊരു വിഷമമില്ല എന്നൊക്കെ ഇങ്ങനെ വലിയ സങ്കടത്തില് കരഞ്ഞോണ്ടാ ശാലിനി പറയുന്നത്. കേൾക്കുന്ന വിഷ്ണുവിന്റെയും കണ്ണ് നിറയുന്നുണ്ട്. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഐ ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സത്യം അങ്ങോട്ട് ഓടി വരുന്നത്. ഇത് എപ്പ എത്തി? ഹൗ ആർ യു? വിഷ്ണുവിനെ ഫൈനെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോ സത്യ പറയും, അമ്മേ ഇപ്പൊ എന്റെ അച്ഛൻ വിളിച്ചിരുന്നു. ഇത് കേൾക്കുന്ന വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവും. ശാരദ പറയും, അത് പിന്നെ മോളെ ആരോ ഫോൺ വിളിച്ചു പറ്റിക്കുന്നതാ. സത്യ പറയും, ഏയ് ഞാൻ എന്റെ അച്ഛനോട് സംസാരിക്കുന്നതല്ലേ. ഞാൻ നിർബന്ധിച്ചപ്പോ അച്ഛൻ എനിക്ക് അച്ഛന്റെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോ അയച്ചു തന്നു. ഇതേ സമയം പപ്പി എവിടെ ആ ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണുയ്ക്കും എവിടെ കാണട്ടെ സത്യ ദാ എന്ന് പറഞ്ഞു കൊടുക്കണേ. അങ്ങനെ വിഷ്ണു അത് നോക്കുന്ന ഈ സമയം പപ്പി വിചാരിക്കും ഫോട്ടോ ആരെങ്കിലും കണ്ടാലോ എന്ന് പറഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങണേ. ഇതേ സമയം ശാരദമ്മ ടെൻഷനോടെയാണ്. ഈശ്വര കണ്ണ, എന്തിനാ ഈ പരീക്ഷണം? അങ്ങനെ വിഷ്ണു ആ ഫോട്ടോ നോക്കുമ്പോഴേക്കും പപ്പി അവിടെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എവിടെ മോളെ, ഇതിൽ ഫോട്ടോ ഇല്ലല്ലോ. സത്യ പറയും, ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു നോക്കുമ്പോ അതിൽ ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, അച്ഛൻ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ. നമ്പർ ആണെങ്കിൽ കിട്ടത്തുമില്ല. അപ്പൊ ശാലിനി ആ ഫോൺ വാങ്ങിച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുക. വിഷ്ണുക്കും ശാലിനി എന്താ ഇതൊക്കെ? ശാലിനി ഒന്നും പറയുന്നില്ല. ശാരദാമ്മ പറയും, അതുമോനെ സത്യമോളെ അച്ഛനാണെന്ന് പറഞ്ഞ് എങ്ങനെ ഒരാള് വിളിക്കുന്നുണ്ട്. സത്യം ഞങ്ങളൊന്നും ഈ വിളിക്കുന്ന ആളെ കണ്ടിട്ടില്ല. പക്ഷെ അതാരാണെന്ന് ഞങ്ങൾക്കറിയാനും പാടില്ല. വിഷ്ണു ശാലിനി ഇങ്ങനെ തലതാഴ്ത്തി നിൽക്ക. മോളോട് വിളിച്ച ആളുടെ പേരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? സത്യം, ഇല്ല, ഞാൻ ചോദിക്കാനും മറന്നു. പേരറിയണമെങ്കിലേ അമ്മയോട് ചോദിച്ചാ പോരെ? പറഞ്ഞു കൊടുക്കമ്മേ. ശാലിനി ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചു നിൽക്കുക. വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. പറയാമേ, എനിക്കും കൂടെ അറിയാലോ. ശാലിനി ഇങ്ങനെ സങ്കടത്തിലാണല്ലോ ഓൾറെഡി നിൽക്കുന്നത്. എല്ലാം കൂടെ കേട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാ. ഇത് മനസ്സിലാക്കുന്ന ശാരദാമ്മ പറയും, മോളിങ് വന്നേ. ശാരദാമ്മ ഒരു കാര്യം പറയാം. ശാരദാമ്മയ്ക്ക് അറിയോ? അപ്പോഴേക്ക് ശാരദാമ്മ, ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് കുട്ടിയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും. ശാലിനി ആണെങ്കില് നിന്ന് വിറയ്ക്കണേ. വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലും. ശാലിനി, സത്യമോൾ എന്തൊക്കെയാ പറയുന്നേ? ശാലിനി പറയും, എന്തൊക്കെയാ എന്റെ ചുറ്റും നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങോട്ടേക്കാ ഈ ജീവിതം പോകുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത്രയും ക്ഷീണിച്ചു വന്നതല്ലേ, വിഷ്ണുവേട്ടൻ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. പിന്നെ ഈ ബാഗ് എന്ന് പറഞ്ഞ് ശാലിനി എല്ലാം പെറുക്കിയെടുക്കാം. പിന്നെ ഒരു അപേക്ഷ കൂടെ ഉണ്ട്. ദയവേത് ഇനി ഇങ്ങനെ വേഷം കെട്ടിച്ച് എന്നെ നാണം കെടുത്തരുത്. ഈ പറച്ചില് വിഷ്ണുവിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ശാലിനി ബാഗുമായി അകത്തേക്ക് പോകുന്നില്ല. അവിടെ നിന്ന് വിഷ്ണുവിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. വിഷ്ണു ആണെങ്കില് കരയാൻ കൂടി കഴിയാതെ നിന്ന് വിങ്ങാണേ. ശേഷം ഒന്നും പറയാതെ ബുള്ളറ്റിൽ കയറി അങ്ങ് പോവാണ് ചെയ്യുന്നത്. ശാലിനി ഇങ്ങനെ ബാഗൊക്കെ കയ്യിൽ നിന്ന് താഴെ വീണുവാ ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ വിഷ്ണുവും ശാലിനിയും രണ്ടുപേരും സങ്കടത്തിലാ. വിഷ്ണു ആലോചിക്കുന്നത് സത്യ പറഞ്ഞ കാര്യമാണ്. അച്ഛൻ ഇപ്പൊ വിളിച്ചിരുന്നു, അച്ഛനോട് സംസാരിക്കാറുള്ളതൊക്കെ പറയും. ഇതേ സമയം ശാലിനി ആലോചിക്കുന്നത് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളാ. നമുക്ക് വേണ്ടി അച്ഛനവിടെ ബലിയാടാവുക. ഇതൊക്കെ ശാലിനിയെയും ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ്. അവിടെ സുസ്മിതയുടെ അടുത്തേക്ക് ബോസ് വരണേ. നീ വന്നിട്ട് അധിക സമയമായോ? സുസ്മിത പറയും, കുറച്ചു നേരമായി. പിന്നെ ഞാൻ കാത്തു നിന്നു. പഴയ വീര്യവും വീര്യശൂര്യ പരാക്രമണമൊക്കെ കെട്ടടങ്ങി കാണുന്ന മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുള്ളത് കൊണ്ട് ചിറ്റപ്പനെ കണ്ടിട്ട് തന്നെ പോകാന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നതാ. ചിറ്റപ്പനൊന്നും ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. ബോസയ്ക്കും ശരിക്കും അതോ നീ എന്നെ ഒന്ന് ആക്കിയതാണോ? സുസ്മിത പറയും, അല്ല, ചിറ്റപ്പന്റെ ആ പഴയ
പ്രതാപത്തിന് ഒരു മങ്ങലേറ്റുമെന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും ചോദിക്കണേ, എന്താ ഇനിയുള്ള പ്ലാൻ? തൊപ്പി തലയിൽ കയറണമെങ്കിൽ ഇനിയും കുറച്ച് ഓടണം. സഹായിക്കാന്ന് പറഞ്ഞ പല രാഷ്ട്രീയക്കാരനും അകത്തായപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. എല്ലാത്തിനും എന്റെ കയ്യിൽ കിട്ടും. സുസ്മിത പറയും, ചിറ്റപ്പനെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അധികാരമുണ്ടെങ്കിലേ നമ്മളെയൊക്കെ ആരെങ്കിലും ഗവനിക്കും, അല്ലെങ്കിൽ ഈ പട്ടിക്ക് സമ. അതിപ്പോ പോലീസുകാരനാണെങ്കിലേ പറയും വേണ്ട. ചെയ്തിരിക്കുന്ന കൊള്ളരുതായ്മയ്ക്കൊക്കെ തൊപ്പി പോയാലേ കണക്ക് പറയേണ്ടി വരും. അതിപ്പോ ഷൂ പോളിഷ് ചെയ്യുന്ന ആളാണെങ്കിലും തൊപ്പിയില്ലെന്നറിഞ്ഞാ ഒളിഞ്ഞു നിന്ന് ഒരു കല്ലെങ്കിലും എടുത്തെറിയും. കാരണം എന്തെങ്കിലും ഒരു ദ്രോഹം നമ്മൾ അവനോട് കാണിച്ചിട്ടുണ്ടാവും. ബോസോയ്ക്ക് നീ ഇപ്പൊ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഈ തൊപ്പി പോയ പോലീസുകാരന്റെ ജീവചരിത്രം കേൾപ്പിക്കാനാണോ? ഡേ, ഇത് ചന്ദ്രബോസാ. തൊപ്പി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുട്ടാൻ വന്നാൽ മുട്ടാൻ വരുന്നവന്റെ മുട്ടുകാലിടിച്ച് തകർക്കാനുള്ള ശക്തി ഇപ്പോഴും എനിക്കുണ്ടടി. എടി, കൊല്ലാനാണെങ്കിലും ചാവാനാണെങ്കിലും ഒരു ജന്മമേ ഉള്ളെന്ന് മനസ്സിലാക്കി ആണുങ്ങളെ പോലെ നിൽക്കും. അടിക്കടി ഇടിക്കിടി. സുസ്മിത കൈയടിച്ചിട്ട് പറയും, ചിറ്റപ്പൻ ജയിലിൽ കിടന്നേ മനസ്സ് തകർന്നേ മാനസാന്തരം വന്ന കുഞ്ഞാടായി മാറിയോന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ചൊറിഞ്ഞതാ. ബോസ് പറയും, നിന്റെ ഒരു ചൊറിച്ചില്. സുസ്മിത പറയും, പക്ഷെ ശൗര്യം അത് പഴയതിലും കൂടിയിട്ടേ ഉള്ളൂ. ഇനി പറ, ജയിലിൽ കയറ്റിയവർക്ക് എങ്ങനെയാ ചിറ്റപ്പൻ മറുപടി കൊടുക്കാൻ പോകുന്നത്? ഒരടിയെങ്കിലും ആ വിഷ്ണുവിന് കൊടുക്കണ്ടേ? ചിറ്റപ്പൻ ഇറങ്ങിയതിന്റെ പേരിലുള്ള ഒരു സന്തോഷത്തില് അവൻ അങ്ങനെ ഒരെണ്ണത്തിന്റെ കുറവുണ്ട്. ബോസ് പറയും, ലോക്കപ്പിൽ കിട്ടിയപ്പോ പലവട്ടം ഞാനത് തോന്നിയതാ. പക്ഷേ IAS കാരത്തിയുടെ ഒരു പ്രൊട്ടക്ഷൻ അതവന്റെ മേലുണ്ടായതുകൊണ്ട് കൈത്തരിപ്പ് അങ്ങ് മാറ്റാൻ പറ്റിയില്ല. ഇനിയിപ്പോ തൊപ്പി കയറുന്നത് വരെ ആ പേടി വേണ്ടല്ലോ. കിട്ടും, എവിടെങ്കിലും വെച്ച് എന്റെ കയ്യിൽ കിട്ടും. സുസ്മിത പറയും, നേരിട്ട് വേണ്ട ചിറ്റപ്പ, അത് ചിലപ്പോ സർവീസിലേക്ക് തിരിച്ചു കയറാനുള്ള തടസ്സമായിട്ട് മാറും. ഒരു നൈസ് പണി ചെയ്യാൻ പറ്റുന്ന നല്ല പിള്ളേരുണ്ട്. പുലർച്ചെ 4 മണിക്ക് വന്ന് പണിത് 6 മണിക്ക് ഫ്ലൈറ്റ് കയറുന്ന നല്ല എക്സിക്യൂട്ടീവ് മുട്ടാളന്മാർ. ഒന്ന് ഫോണിൽ കുത്തി വിളിക്കേണ്ട താമസേ ഉള്ളൂ. എന്താ ചിറ്റപ്പ, എന്താ വേണ്ടത്? ഇതൊക്കെ കേട്ടിട്ടായിരിക്കും വിഷ്ണു അങ്ങോട്ട് വരുന്നത്. ബോസ് ആലോചിക്കുന്ന കാണുമ്പോ വിഷ്ണു പറയും, പറഞ്ഞു കൊടുക്ക് ചിറ്റപ്പ, സമ്മതാണെന്ന്. ഇത് കേട്ട് തിരിയുന്ന സുസ്മിതയും അതുപോലെ ചന്ദ്രബോസും വിഷ്ണുവിനെ കണ്ടങ്ങ് ഞെട്ടിപ്പോവാ. വിഷ്ണു ഹൈ ആരപ്പത് എന്ന് പറഞ്ഞ അവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലും. പിന്നെ സുസു, പുറത്തുനിന്ന് ആള് വിളിക്കുന്നവരുടെ പേരെന്താണെന്നാ പറഞ്ഞത്? എന്തോ പേര് പറഞ്ഞല്ലോ. സുസ്മിത മിണ്ടാതൊക്ക. എക്സിക്യൂട്ടീവ് മുട്ടാളന്മാര്. അത്രയും മുട്ടാളന്മാരൊന്നും എന്റെ കൂട്ടത്തിലില്ല. പക്ഷെ അടിക്കാൻ വന്നാൽ ഒരു രക്ഷയില്ലാത്ത അടി ഞാൻ അടിക്കും. അതെന്റെ ബോസ് അണ്ണനെ അറിയാം, പക്ഷേ ഇവൾക്കറിയില്ല. സുസ്മിതയോട് പറയും, നീ എന്റെ കുടുംബം മുച്ചോട് മുടിക്കാൻ ഇറങ്ങിയതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാടി നിന്റെ പിന്നാലെ ഞാൻ ഇവിടെ എത്തിയത്. കാത്തു നിന്നപ്പോ ഞാൻ കാത്തു നിന്നും ഈ മുതലാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഞാൻ സ്വപ്നത്ത് പോലും കരുതിയില്ല. അതിനാദ്യമേ നിനക്കൊരു നന്ദി പറയാം. ദാ ഈ മുതലിനെ ഇങ്ങനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതിന്. സുസ്മിത ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാ. ബോസ് പറയും, ഡാ ചെറുക്കാ, നിന്ന് തിളക്കാതെടാ. 14 ദിവസാടാ ഈ ചന്ദ്രബോസ് ജയിലിൽ കിടന്നത്. അതിന്റെ ക്ഷീണം തീർക്കാനേ 28 ദിവസം എണ്ണത്തോണിയിൽ കിടന്ന് 2 മുട്ടനാടിന്റെ സൂപ്പ് വെച്ച് കുടിച്ച് പൂർവാധികം ശക്തിയോടെയാടാ ഈ ചന്ദ്രബോസ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടേ കൂടുതൽ നാവാട്ടൊന്നും വേണ്ട നിന്റെ എന്ന് പറഞ്ഞു നിർത്തലും ബോസിന്റെ ചെവിയിലൂടെ കിളി പറക്കുന്ന പോലെ വിഷ്ണുവിന്റെ കൈ നാഞ്ഞൊരെണ്ണം കിട്ടണേ. ആ ഒരൊറ്റ കിട്ടല് തന്നെ ബോസ് അവിടെ തലയും കുത്തി താഴെ വീഴും. ബോസ് ഡാ എന്ന് വിളിച്ച് വിഷ്ണു അടുത്തേക്ക് ചെല്ലുമ്പോ വിഷ്ണുവിന്റെ ചവിട്ട് കൊടുക്കുക. ഈ സമയം വിഷ്ണു ആലോചിക്കുന്നത്, അന്ന് വിഷ്ണുവിന് വിഷം നൽകിയിട്ട് വിഷ്ണു ചോര തുപ്പി അവിടെ കിടന്നപ്പോ ബോസ് കാലിന്റെ മുകളിൽ കാലം വെച്ച് അത് നോക്കി രസിച്ചല്ലോ, അതൊക്കെയാ. അങ്ങനെ ബോസ് ഡാ എന്ന് വിളിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും വിഷ്ണു പിടിച്ചു വലിച്ച് ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കും. ഒന്നല്ല, ഒരുപാടെണ്ണം കിട്ടും. ഡാ ചന്ദ്രബോസ്, ഇതെന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാ. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവനെ പിന്നെ മരണത്തെ പേടിയില്ല. ഇനിയൊട്ടും മരണത്തെ പേടിയും വരില്ല. നിനക്ക് നിയമത്തിന്റെ പിൻബലം ഉണ്ടായിരുന്നു, അധികാരത്തിന്റെ ചട്ടക്കൂട്. എന്നാ ഇന്ന് നിനക്ക് ചുറ്റും ഒരു പുല്ലും ഇല്ലടാ. എന്നെ പോലൊരു സാധാരണക്കാരൻ. അടിച്ചാലും തല്ലുകൊണ്ടാലും തുല്യ ദുഃഖിതര്. കേട്ടോടാ പന്നെ എന്ന് പറഞ്ഞ് പിടിച്ചൊരെണ്ണം കൂടി കൊടുക്കും. സുസ്മിത പേടിച്ച് മാറി നിൽക്കും. പിന്നെ നീ വന്ന് കളത്തിൽ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ നീ എനിക്ക് പണി തരാൻ തയ്യാറായെങ്കിൽ നീയൊക്കെ ഇനി എന്തൊക്കെയാ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും തയ്യാറായി തന്നെ നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ കാണിച്ചത് നാറിത്തരാണെന്ന് എനിക്കറിയാം. അവിടെ വെറുതെ നിൽക്കുന്ന സുസ്മിതയെ പിടിച്ചു വലിച്ച് ഇവിടെ നിക്കടിയേ എന്ന് പറഞ്ഞ് ബോസിന്റെ അടുത്ത് നിർത്തിയിട്ട്, നീ എന്താ മാറി നിൽക്കുന്നത്? പക്ഷെ നിനക്കൊക്കെ അതൊക്കെ തന്നെ ധാരാളം. പിന്നെ നീയൊക്കെ എനിക്കെതിരെ കൊട്ടേഷൻ പ്ലാൻ ചെയ്തത് ചുമ്മാ ഞാനിതാ എന്റെ ഈ മൊബൈലിൽ പകർത്തി വെച്ചിട്ടുണ്ട്. സുസ്മിത അങ്ങ് പേടിക്കുന്നുണ്ട്. ബോസും വേറൊന്നിനുമല്ല, ചെറിയൊരു തട. ഇനിയിപ്പോ ആരെങ്കിലും എന്നെ അടിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എന്റെ ചന്ദ്രബോസ് സുസ്മിതയെ നിങ്ങൾക്ക് 2 പേർക്കും ആയിരിക്കും കേട്ടോ. അതില് ബോസ് ഡാ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കോളറിൽ പിടിക്കുമ്പോഴേക്കും വിഷ്ണു ഒരൊറ്റ വെച്ചു കൊടുക്കും. ഒരു നല്ലൊരെണ്ണം കിട്ടും.
അതെ, പഴയ പ്രതാപത്തോടെ തൊപ്പി തല കയറേണ്ടതല്ലോ. എടോ, അതിന്റെ ഇടയിൽ ഇങ്ങനെ കേസൊക്കെ വന്നാ പണിയാവുകടോ. അതിന്റെ ഇടയിൽ കൂടെ അല്ല സുസ്മിത, എന്താ പറഞ്ഞു വന്നത്? ഈ മതയാനയെ ഇങ്ങനൊരു പൂട്ടുകൂട്ടാൻ സഹായിച്ച മഹതിക്ക് പെരുത്ത് നന്ദിയുണ്ട് കേട്ടാ. അല്ല, ആ ഫ്ലൈറ്റിൽ വരുന്ന ടീമിന്റെ പേരെന്താന്ന് പറഞ്ഞത്? എക്സിക്യൂട്ടീവ് മുട്ടാളന്മാര്. അവന്മാര് വരുമ്പോ അവന്മാരോട് പറ വിഷ്ണു തയ്യാറാണെന്ന് കേട്ടാ. ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ വരാൻ കെൽപ്പുണ്ടെങ്കിൽ അവരോട് വേഗം ഫ്ലൈറ്റ് കയറി വരാൻ പറ. എടി, ടിക്കറ്റ് ക്യാഷ് ഞാൻ കൊടുക്കാന്നേ എന്ന് പറഞ്ഞ വിഷ്ണു അങ്ങ് ചിരിക്കും. പിന്നെ ചന്ദ്രബോസ്, ഒരു വാടക കൊണ്ടയുടെയും പിൻബലമില്ലാതെ നേരിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മുട്ടാൻ ബലമുണ്ടെങ്കിൽ സ്ഥലവും സമയവും ഒക്കെ പറഞ്ഞോ, ഞാൻ റെഡിയാടോ എന്നിങ്ങനെ പറഞ്ഞ ശേഷം ബോസിന്റെ കഴുത്തിന് പിടിച്ചിട്ട് പറയും, ദേ ഇതിനിടയിൽ ചീഞ്ഞ കളികളൊന്നും കളിക്കാൻ വന്നാ അറിയാലോ നിനക്കെന്നെ. അതിനുള്ള മറുപടി ഇതാ ഈ മൊബൈലിലെ വീഡിയോ പറയും. കേട്ടോടാ ബോസേ. ശേഷം സുസ്മിതയെ നോക്കിട്ട് പറയും, കേട്ടോടി സോരളയുടെ മോളെ എന്നൊക്കെ നല്ല കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ച് വിഷ്ണു ആയിരുന്നു നല്ല സ്റ്റൈലായി സ്ലോ മോഷനിൽ നടന്നു പോവാ. ബുള്ളറ്റിൽ ഇങ്ങനെ കയറുമ്പോഴും ഇവരെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണു നടന്നു പോകും. ചന്ദ്രബോസും സുസ്മിതയും ബോസ് പറയും, ചേ അവനിപ്പോ ഒരു ലോക്കാണല്ലോടി വെച്ച് തന്നത്, തൊപ്പി തലയിൽ കയറുന്നത് വരെ തല പൊക്കാൻ പറ്റില്ല. സുസ്മിതയ്ക്ക് ദേഷ്യം ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാമയുടെ വീട്ടിലെ മറ്റൊരു ദിവസമാണ്. വിഷ്ണു കുടിച്ച് ഒന്ന് ലെക്ക് ഇട്ടിട്ടുണ്ട്. കാലൊന്നും നിലത്ത് ഉറക്കുന്നില്ല. കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ എറിഞ്ഞു പൊട്ടിക്കണേ. ശേഷം അവിടെ ഉണ്ടായിരുന്ന ചെയറൊക്കെ എടുത്തു വലിച്ചെറിയും. അങ്ങനെ വല്ലാത്തൊരവസ്ഥയില് എടാ വിഷ്ണു എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞ് ഭാമ വരുമ്പോ വന്നോ എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ നോക്കും. ഭാമ ചുറ്റിലും നോക്കിട്ട് പറയും, എടാ വിഷ്ണു നിർത്തി ശീലങ്ങള്, നീ പിന്നെയും തുടങ്ങിയോ? വിഷ്ണു പറയും, തുടങ്ങി. ഇതിപ്പോ അങ്ങനെ തുടങ്ങാന് ദക്ഷിണയൊന്നും വെക്കണ്ടല്ലോ. ഭാമ പറയും, അപ്പോ നീ നശിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? വിഷ്ണു പറയും, ഈ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേരിങ്ങനെ മുണ്ടും മുറുക്കി കുത്തി മുന്നിൽ വന്ന് നിൽക്കുമ്പോ നശിക്കാതിരിക്കാൻ പറ്റുമോന്ന്? അപ്പൊ നമ്മളിങ്ങനെ നിന്നു കൊടുക്ക. നശിക്കട്ടെ 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 എന്ന് പറഞ്ഞിങ്ങനെ നെഞ്ഞത്ത് കുത്തുകയാണ്. ഭാമ വിഷ്ണു എന്ന് വിളിച്ച് അടുത്ത് ചെല്ലുമ്പോഴേക്കും വിഷ്ണു ആ കുപ്പി എടുത്തിട്ട് പറയും, ദേ പിടിവിട്ട് നിക്കുക, അതുകൊണ്ടാ വേണ്ട എന്ന് പറഞ്ഞ ആ കുപ്പിയോടെടുത്ത് കുടിക്കണേ. ഇത് കണ്ട് ഭാമ ഡാ എന്ന് വിളിച്ച് ആകെ ഞെട്ടലില് ദയനീയമായിട്ട് നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അങ്ങനെ ശേഷം പിന്നീടുള്ള പ്രമോയില് ഭാമ കാര്യം ചോദിക്കുമ്പോ വിഷ്ണു പറയും, ശാലിനിയും ഒത്തുള്ള ഒരു ജീവിതം അതെന്നിൽ നിന്ന് ഒരുപാട് അകലെയാന്ന് എനിക്ക് മനസ്സിലായി. ഭൂമിയിൽ ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല, സ്വർഗത്തിലെങ്കിലും അത് ഞങ്ങൾക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിക്ക എന്ന് പറഞ്ഞ ശേഷം അങ്ങ് നിൽക്കുമ്പോഴേക്കും വിഷ്ണു ആ വീടിന് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടും. അപ്പോഴേക്കും ഭാമ അയ്യോ വിഷ്ണു എന്ന് വിളിച്ച് താഴേക്ക് നോക്കുമ്പോ വിഷ്ണു താഴെ വീണ് തലേന്നൊക്കെ ഇങ്ങനെ ചോര വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ ശാരദാമ്മയുടെ വീട്ടിലാണ്. അവിടെ ഷാനിയെ കാണാൻ ആരോ വന്നിരിക്കുക. ആരാന്നറിയില്ല. അവര് പറയുന്ന കാര്യം കേട്ട് ശാലിനി അങ്ങ് ഞെട്ടും. ശാരദാമ്മയും ഇനി വിഷ്ണുവിന് അപകടം പറ്റിയ കാര്യം പറയണോന്നറിയില്ല, ആ അപകടം സത്യമാണോന്നും അറിയില്ല. എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്